ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പോത്തിറച്ചി കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പോത്തിറച്ചി നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ. പൊറാട്ടയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ ഒത്തിരി ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോത്തിറച്ചി എങ്ങനെ കുരുമുളക് ഇട്ട് വരട്ടിയെടുക്കാമെന്നുള്ള നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതുപോലെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എടുത്തോളൂ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 1 എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ബീഫ് വെന്തിട്ട് വരാനുള്ള വെള്ളം നമ്മുടെ ബീഫിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് മാറ്റാം. ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ബാക്കിയുള്ള വിസിൽ നമ്മൾ സിമ്മിലിട്ട് കൊടുത്തിട്ടും ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ബീഫിനനുസരിച്ചിരിക്കും നമ്മൾ വിസിൽ കണക്കാക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മിൽമയുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ മിൽമയുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ അങ്ങനെ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ കുറച്ച് ഇഞ്ചിയും കൂടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമ്മുടെ ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ മസാലപ്പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുക്കറൊന്ന് ചുഴറ്റിയിട്ട് നമുക്ക് ആ വെള്ളം കൂടെ നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ആ ബീഫിൻ്റെ നെയ്യൊക്കെ നമ്മുടെ ഈ ബീഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ചുടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്കിതിലെ വെള്ളം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പം നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പം ഞാനിതിലെ എല്ലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മിൽമയുടെ നെയ്യിന് പകരം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. പക്ഷേ നെയ്യാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോത്തിറച്ചി കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.